ഇനി നമുക്ക് സെക്ഷൻ സിയിലേക്ക് പോവാം. ഇവിടെ ഓരോ ചോദ്യങ്ങൾക്കും 3 മാർക്കാണ് കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 30 20 മത്സരങ്ങളിൽ നേടിയ റൺസാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആവർത്തി പട്ടിക വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആവർത്തി പട്ടികയുടെ രൂപം നമ്മൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ വരച്ചാൽ മതി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, 0 മുതൽ 30 വരെയുള്ള സംഖ്യകൾ എത്ര 20 മത്സരങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 0 മുതൽ 30 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോന്നും കൗണ്ട് ചെയ്യാം. 0നും 30നും ഇടയിൽ, 30 മീൻസ് 30 ഇതിൽ ഉൾപ്പെടാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾക്കിതിൽ എത്ര ഉണ്ട്, ഞാനിങ്ങനെ റൗണ്ട് ഇടുന്നുണ്ട്, ജസ്റ്റ് ഞാനിവിടെ റൗണ്ട് ഇട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് 10 കിട്ടിയിട്ടുണ്ട് കേട്ടോ. 10 ആണെങ്കിൽ നമ്മളിവിടെ നമ്പർ എന്നുള്ളിടത്ത് എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ കളികളുടെ എണ്ണം എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കണം, 10 എന്ന് കൊടുക്കണം. ഇനി ടാലി കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത് 1 2 3 4 5. ഓക്കെ, 4 വരച്ചിട്ട് 5നെ ക്രോസ് ചെയ്യുക. അടുത്തത് എന്ത് വരും, അതേപോലെ 5 1 2 3 4 5. ഇങ്ങനെയാണ് നമ്മൾ ടാലി കൊടുക്കേണ്ടത്. ഇനി 30 മുതൽ 60 വരെ എന്ന് പറയുമ്പോൾ 60 ഇതിൽ ഉൾപ്പെടാൻ പാടില്ല കേട്ടോ. ഓക്കെ, 30 മുതൽ 60 വരെയുള്ളത് എടുക്കുക. എത്ര ഉണ്ട് നോക്കാം. അപ്പോൾ അത് ഞാൻ കൗണ്ട് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത് 15 ആണ്. നമ്മൾ എന്ത് ചെയ്യുക, എണ്ണം എന്നുള്ളിടത്ത്, കളികളുടെ എണ്ണം എന്നുള്ളിടത്ത് 15 എന്ന് കൊടുക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ ഇങ്ങനെ 3 ജോഡികളായിട്ട് വരും കേട്ടോ. ഇനി 60/90 എത്രയാണ് നമ്മൾ നോക്കണം. ഓക്കെ, 60/90 എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ, എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 2 ആണ്. സോ ഞാനിവിടെ 2 എന്ന് എഴുതും. 2 ലൈൻസ് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. ഇനി 90/120 നോക്കുകയാണെങ്കിൽ 90നും 120നും ഇടയിൽ നമ്മൾക്ക് 103 മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. സോ നമ്മളിവിടെ 1 എഴുതും. ടാലി 1 ഇതുപോലെ ഒരു ലൈൻ കൊടുത്താൽ മതി. ഇനി 120നും 150നും ഇടയിൽ എന്ന് പറയുമ്പോൾ 120നും 150നും ഇടയിൽ, 150 ആണല്ലേ, 120നും 150നും ഇടയിൽ എന്ന് പറയുമ്പോൾ 128 ആണ് വരുന്നത് അല്ലേ. സോ അതും 1 ഉള്ളൂ. ഇനി 150നും 180നും ഇടയിൽ വരുന്നതെന്ന് പറയുമ്പോൾ 160, 1 ഉള്ളൂ. ഇതൊക്കെ 1 ഉള്ളൂ കേട്ടോ. സോ നമ്മളിങ്ങനെ എഴുതും. ഇനി ഇവിടെ താഴെ ആകെ എന്ന് കൊടുക്കുക കേട്ടോ. ആകെ എന്ന് കൊടുത്തിട്ട് ഇവിടെ 30 എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആവർത്തി പട്ടിക വരയ്ക്കാൻ. ആവർത്തി പട്ടിക എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ നമ്മൾ എഴുതാം. ഇനി അതിൽ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എത്ര മത്സരങ്ങളിൽ 9ന് മുകളിൽ സ്കോർ കിട്ടി. ഓക്കെ, അപ്പോൾ 9 അല്ല കേട്ടോ, ഇവിടെ 90 വരുന്നത്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 90ന് മുകളിൽ കിട്ടിയതാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഇവിടെ എത്രയായിരുന്നു, 10 15 പിന്നെ ബാക്കി 2 1 1 1 ഇങ്ങനെയായിരുന്നു. അപ്പോൾ 90ന് മുകളിൽ കിട്ടിയെന്ന് പറയുമ്പോൾ 90 മുതൽ 120 വരെ 1 കിട്ടിയിട്ടുണ്ട്, 120 മുതൽ 150 വരെ 1 കിട്ടിയിട്ടുണ്ട്, 150 മുതൽ 180 വരെ 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 + 1 + 1, അതായത് 3 ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കോർ 90ന് മുകളിൽ കിട്ടിയിട്ടുള്ളത് 3 കളികളിലാണെന്ന് കിട്ടും. ഓക്കെ, ഇനി ചിത്രത്തിൽ ABCD ഒരു സമപാർശ്വലംബകമാണ് എന്ന് പറയുന്നുണ്ട്. ഈ സമപാർശ്വലംബകമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരണം കേട്ടോ. സമപാർശ്വലംബകം എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ സമാന്തര വശങ്ങളുണ്ടാവും, പിന്നെ സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമായിരിക്കും, പിന്നെ അതിനെ നമ്മൾ 2 മട്ടത്രികോണവും ഒരു ചതുരവുമായിട്ടൊക്കെ നമ്മളതിനെ മുറിക്കുന്നുണ്ട്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ AB ആണ് കേട്ടോ. ഇത് AB എന്ന് പറയുന്നത് 34 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. CD 10 സെൻറ്റിമീറ്റർ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. AD 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മളിതിനെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ ഇങ്ങനെ നമ്മളിതിനെ മുറിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ മുകളിൽ ഈ ചതുരത്തിൽ മേലെ 10 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടെയും 10 സെൻറ്റിമീറ്റർ ഉണ്ടാവും അല്ലേ. അതേപോലെ ബാക്കി വരുന്ന ഭാഗങ്ങൾ, ഇത് രണ്ടും എന്താണ്, ഈ 2 മട്ടത്രികോണങ്ങളുടെയും ഭാഗങ്ങളെല്ലാം തന്നെ തുല്യമാണ് അല്ലേ. ഇത് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 15 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇത് രണ്ടും, ഈ 2 വശങ്ങളും തുല്യമാണ്. അതൊക്കെ ഒരു
സമപാർശ്വ ലംബകത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിലുള്ള സമപാർശ്വ ലംബകമാണെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതെത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ 34 ടോട്ടൽ. ഇത്രയും ഭാഗം 34 അല്ലേ. ആ 34 നിന്നും ഈ ഒരു ഭാഗം മൈനസ് ചെയ്യാം. 34 നിന്ന് 10 മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 24 കിട്ടും അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും തുല്യമാണ്. അപ്പോൾ 24 നമ്മൾ 2 ആക്കി മുറിച്ചാൽ പോരെ. അപ്പോൾ ബാക്കിയുള്ള 24 എന്ന് പറയുന്നത് ഈ 2 ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 24 2 ആക്കി മുറിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 12 എന്ന് നമുക്ക് കിട്ടൂലേ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് എത്രയാണ്, നമുക്ക് 12 കിട്ടുന്നത്. ഇവിടെയും 12 കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 12 സെൻറ്റിമീറ്റർ, ഇവിടെയും 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടലി എത്രയായി ഇപ്പോൾ 34 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ലംബകത്തിലെ സമാന്തര വശങ്ങൾക്കിടയിൽ ഉള്ള ദൂരം കാണുക. അപ്പോൾ ലംബകം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സമാന്തര വശങ്ങൾക്കിടയിലുള്ള ദൂരം. സമാന്തര വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ലൈനൊന്നും വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സമാന്തര വശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ 2 ലൈൻസാണ് സമാന്തര വശങ്ങൾ. ഇതിൻ്റെ ഇടയിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി, ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം കണ്ടാൽ മതി അല്ലേ. അപ്പോൾ ഈ ഒരു ത്രികോണത്തിന് നമ്മൾക്ക് എന്ത് ത്രികോണമായിട്ട് പറയാൻ പറ്റും, മട്ടത്രികോണമാണ് അല്ലേ. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ കർണം തന്നിട്ടുണ്ട്, പാദം തന്നിട്ടുണ്ട്, ലംബമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 15 സ്ക്വയർ, അതായത് നമുക്കറിയാലോ AD² ഈസ് ഈക്വൽ ടു, അപ്പോൾ ഞാനിവിടെ AE ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ AE² പ്ലസ് ED² ആണ് നമുക്കറിയാം. പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിവിടെ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. 15 സ്ക്വയർ, അതായത് കർണം സ്ക്വയർ എന്ന് പറയുന്നത്, കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ പ്ലസ് നമ്മുടെ DE² എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള DE² ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ DEയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, 15 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ ചെയ്താൽ മതി അല്ലേ. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 225 225 നിന്നും 12ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 144 നമ്മൾ കുറക്കുന്നു. അങ്ങനെ കുറക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 81 എന്ന് കിട്ടും. സോ DE² എന്ന് പറഞ്ഞാൽ 81 അപ്പോൾ DE എന്താണ് കിട്ടുന്നത്, √81 കിട്ടുന്നത്, അതായത് 9 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ DE 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ DE കിട്ടുന്നത് എത്രയാണ്, 9. ഇവിടെ നമുക്ക് 9 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടിയപ്പോൾ, ലംബകത്തിൻ്റെ സമാന്തര വശങ്ങൾക്കിടയിലുള്ള ദൂരം കിട്ടി. DE എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇവിടെ പരപ്പളവ് കാണണം. ഓക്കെ, പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾക്ക് അതിനുള്ള സമവാക്യം കൊടുക്കണം. A+B/2 × H ആണ്. A+B എന്ന് പറയുമ്പോൾ സമാന്തര വശങ്ങളുടെ തുകയാണ്. സോ ഒരു സമാന്തര വശം 10 10 പ്ലസ് അടുത്തത് 34. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10 + 34 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, 34 44 എന്ന് കിട്ടും അല്ലേ. 44/2 × H നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് 9 ആണ്. അപ്പോൾ 22 × 9 എന്ന് കിട്ടും, അതായത് 198 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, 198 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം കണ്ടുപിടിക്കാനാണ്. നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് 7/16 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 7/16 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2ൻ്റെ ഗുണിതം തന്നെയാണ് അല്ലേ. 2 × 2 × 2 ആണ് വരുന്നത്. അപ്പോൾ 2 ആയ സമയത്ത് നമ്മൾ 5 കൊണ്ട് ഗുണിച്ചതുപോലെ തന്നെ 2ൻ്റെ ഗുണിതമാകുമ്പോഴും എന്ത് ചെയ്താൽ മതി, ഇതുപോലെ 5 കൊണ്ട് ഗുണിക്കണം. × 5
ഇൻറ്റു 5. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര രണ്ടുകളുണ്ട് നോക്കാം. ഞാൻ ചെറിയ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എത്ര രണ്ടുകളുണ്ട് നോക്കാം. ഇതിന് നമ്മൾക്ക് 2⁴ എന്ന് എഴുതാം. ഇൻറ്റു 5⁴ കൊടുത്താൽ മതി. ഓക്കെ, 1/2 സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ 1/2 5 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് 2 ഇൻറ്റു 5 ഇവിടെയും ഇൻറ്റു 5 കൊടുത്തു അല്ലേ. അംശത്തിലും ഛേദത്തിലും ഇൻറ്റു 5 കൊടുത്തിട്ട് ഛേദത്തിനെ നമ്മൾ 10 മാറ്റിയിട്ടുണ്ട്. അതേപോലെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, 7 ഇൻറ്റു 5⁴ എന്ന് അംശത്തിലും ഛേദത്തിലും ഒരേപോലെ കൊടുക്കും. ഓക്കെ, ഇനി ഈ 7 ഇൻറ്റു 5⁴ എന്ന് പറയുമ്പോൾ 5⁴ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 അതായത് 625 എന്ന് വരും. 5 ഇൻറ്റു 5 25 25 ഇൻറ്റു 5 125 125 ഇൻറ്റു 5 625 എന്ന് വരും. ഓക്കെ, അപ്പോൾ 625 ഇൻറ്റു 7 എന്ന് ചെയ്യണം നമ്മൾ. 625 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 4375 എന്ന് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കിട്ടും. ഇനി 2⁴ ഇൻറ്റു 5⁴. അപ്പോൾ നിങ്ങളിവിടെ 5 ഇൻറ്റു 2 ചെയ്താൽ 10 കിട്ടുന്നത്. അപ്പോൾ 2⁴ ഇൻറ്റു 5⁴ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 4 പൂജ്യങ്ങളുള്ള എന്ത് കിട്ടും? 10000 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ 4375 എന്ന് എഴുതിയിട്ട് ഇവിടെ 4 പൂജ്യങ്ങളുണ്ട് അല്ലേ, 4 പൂജ്യങ്ങൾ മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. 0.4375 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇതൊന്ന് ആഡ് ചെയ്യാനാണ് അല്ലേ. അതായത് 1/2 പ്ലസ് 1/2² പ്ലസ് 1/2³ പ്ലസ് 1/2⁴ എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് 1/2 എന്ന് പറഞ്ഞാൽ 0.5 നമുക്കറിയാം. 0.5 എന്ന് കിട്ടി. ഇനി 1/2² അതായത് 1/2² എന്ന് പറയുമ്പോൾ ഇൻറ്റു 5² എന്ന് ചെയ്യും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 5² കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, അപ്പോൾ 5² എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 25 ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 5 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 1 പൂജ്യമാണ്. 5² ആകുമ്പോൾ നമ്മൾ 2 പൂജ്യം വരും. സോ 0.25 എന്ന് വരും. ഓക്കെ, രണ്ടാമത്തെ കിട്ടിയത് 0.25. ഇനി അടുത്തത് എന്താണ്, ക്യൂബാണ് അല്ലേ വരുന്നത്. അതായത് ഘാതം 3 വരുന്നത്. 1/2³ എന്ന് പറയുമ്പോൾ 2³ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 5³ ഇട്ട് കൊടുക്കുന്നു. ഇൻറ്റു 5³ 5 25 125 ബൈ ഇവിടെ 3 പൂജ്യം ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 125/1000 എന്ന് പറയുമ്പോൾ 0.125 എന്ന് വരും. 0.125. ഇനി അടുത്തത് എന്ത് കിട്ടും, 1/2² ഇൻറ്റു 5³ എന്ന് കൊടുക്കും. ഇൻറ്റു 5⁴ ന്യൂമറേറ്ററിലും അതായത് അംശത്തിലും ഛേദത്തിലും അങ്ങനെ തന്നെ കൊടുക്കും. 5⁴ എന്ന് പറയുമ്പോൾ 625 വരുന്നത്. ഓക്കെ, ഈ 625/4 പൂജ്യം ഇട്ട് കൊടുക്കും. എന്ത് കിട്ടും, 0.0625 കിട്ടും. ഇനി ഇതെന്ത് ചെയ്താൽ മതി, എല്ലാം കൂടെ നമ്മളൊന്ന് 0 ഉണ്ടല്ലേ, എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള സംഖ്യകളെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പോയിൻറ്റുകൾ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ എഴുതണം. അതായത് 0.5 പ്ലസ് പിന്നെ അടുത്ത സംഖ്യ എന്തായിരുന്നു, 0.25 അല്ലേ. 0.25 ഇവിടെ നോക്കിയ പോയിൻറ്റുകളൊക്കെ ഒരേ ലെവലിലല്ലേ വരുന്നത്. യെസ്, 0.125. അടുത്തത് 0.0625. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 5 7 ഓക്കെ, പിന്നെ വരുന്നത് 5ഉം 7ഉം 6ഉം 2 8ഉം 5ഉം 13ന് 3 എന്ന് എഴുതും. 1 ശിഷ്ടം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് 5ഉം 2ഉം 7ഉം 1ഉം 8ഉം
യെസ് 9 അല്ലേ, 9 വരും. 0.9375 എന്നാണ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അടുത്തത് ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 0.175 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓക്കെ, ഇപ്പോൾ എത്രയായിരുന്നു 0.175 അല്ലേ. ഈ 175 എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം എങ്ങനെ എഴുതാമെന്ന്. 175 ഇങ്ങനെ എഴുതിക്കൂടെ? 175/1000 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി നമ്മളിതിനെ ഘടകക്രിയ രൂപത്തിലാണ് എഴുതാം കേട്ടോ. അതായത് ഈ 175 എങ്ങനെ എഴുതിയിട്ട് ഞാൻ എന്ത് എഴുതുന്നു, ഇതിന് 5 കൊണ്ട് 5 എന്ന് എഴുതി. ഇനി 17 ഒന്നിലെന്തായാലും 5 പോകില്ലല്ലോ, 0 ആണ്. 17 എത്ര 5 പോകുന്നുണ്ട് നോക്കാം. 3 5 15 3 5 15 17 നിന്നും 15 പോകുമ്പോൾ 2 കിട്ടും അല്ലേ. നമുക്ക് ആ 2 ഇവിടെ എഴുതിയാൽ 25 എന്ന് വരും. 25 എത്ര 5 ഉണ്ട്? 5 5 25 വരുന്നത്. വീണ്ടും നമ്മൾ 5 കൊണ്ട് ചെയ്യുന്നു. ഓക്കെ, 3 പോകില്ല. അപ്പോൾ 35 നമുക്കറിയാം 7 വരുന്നത് അല്ലേ. 7 5 35. അതായത് ഇതിനിപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ 175 എന്നുള്ള ഭാഗത്ത് 5 സ്ക്വയർ ഇൻറ്റു 7 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 5 സ്ക്വയർ ഇൻറ്റു 7 എന്ന് എഴുതും. ഇനി അടുത്തത് 1000 വരുന്നത്. ഈ 1000നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതേ രീതിയിൽ എഴുതുന്നു. 1000/5. 5 നമ്മൾ ചെയ്യുമ്പോൾ 2 5 10 അല്ലേ. 2 പിന്നെ പൂജ്യങ്ങളാണല്ലോ, പൂജ്യങ്ങൾ നമ്മൾ അതേപോലെ എഴുതുന്നു. വീണ്ടും നമ്മൾ 5 കൊണ്ട് ചെയ്യുന്നു. സോ 4 വരും. 4 5 20 40 എന്ന് വരും. ഓക്കെ, വീണ്ടും നമുക്ക് 5 കൊണ്ട് ചെയ്യാൻ പറ്റും. 8 5 40 അല്ലേ. ഓക്കെ, അവിടെ നിൽക്കട്ടെ, അത്രയും മതി. ഇനി നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഇവിടെ മേലെ 5 സ്ക്വയർ ഉള്ളത് കൊണ്ട് താഴെയും ഞാൻ എന്ത് ചെയ്തു? 5 സ്ക്വയർ ഇവിടെയും വന്നോട്ടെ എന്നുള്ള രീതിയിൽ എഴുതി കേട്ടോ. 5 സ്ക്വയർ ഇൻറ്റു പിന്നെ 5 ഇൻറ്റു 4 4 അല്ല ഉള്ളത് 8 ഓക്കെ, 8. അപ്പോൾ 5 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 40 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിന് കാര്യമായിട്ട് ഞാൻ എന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് വെച്ചാൽ ഇത് തമ്മിൽ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എളുപ്പത്തിന് നമുക്ക് വെട്ടിക്കളയാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 സ്ക്വയറും 5 സ്ക്വയറും കൂടെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നെ വരുന്നത് 7/40 എന്നാണ്. ഓക്കെ, 7/40. 7/40. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഒരു രണ്ടക്ക സംഖ്യ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നു എന്നല്ലേ പറയുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾ. ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 0.175 കിട്ടി എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ടക്ക സംഖ്യ ആയിട്ടില്ലല്ലോ, ഒരക്ക സംഖ്യയാണ് അംശത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിനെ രണ്ടക്ക സംഖ്യ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു 2 കൊടുത്ത് നോക്കാം. അതിപ്പോൾ അംശത്തിൽ ചെയ്യുമ്പോൾ ഛേദത്തിലും ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടിടത്തും അംശത്തിലും ഛേദത്തിലും നമ്മൾ ഒരേ സംഖ്യ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കത് എളുപ്പത്തിൽ കിട്ടും. അതായത് അതിനെന്ത് ആ ഒരു സംഖ്യക്ക് മാറ്റമൊന്നും വരില്ല കേട്ടോ. അംശത്തിലും ഛേദത്തിലും നമ്മൾ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ സംഖ്യക്ക് മാറ്റമൊന്നും വരുന്നില്ല. നമുക്ക് രണ്ടക്ക സംഖ്യ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ 7 × 2 14/80 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 14/80. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതുപോലുള്ള ഒരുപാട് സംഖ്യകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നോട്ടൊന്ന് നോക്കാം കേട്ടോ നിങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 2:3:4 എന്ന അംശബന്ധത്തിലാണ്. ഏറ്റവും വലിയ വശവും ഏറ്റവും ചെറിയ വശവും തമ്മിലുള്ള വ്യത്യാസം 18 സെൻറ്റിമീറ്റർ ആയാൽ വശത്തിൻ്റെ നീളം എന്തെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം അല്ലേ. അപ്പോൾ നമുക്കിവിടെ തന്നത് വെച്ച് നോക്കുമ്പോൾ 2:3:4 എന്ന അംശബന്ധത്തിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ,
പിന്നെ പറയുന്നത് ഏറ്റവും വലിയ വശവും ചെറിയ വശവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വലിയ വശം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ അംശബന്ധത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ഓരോ വശവും 2x 3x 4x എന്നെടുക്കാം. അപ്പോൾ വലിയ വശം 4x എന്ന് എടുക്കുക, ചെറിയ വശം 2x എന്നെടുക്കാം. നിങ്ങൾ എഴുതുക കേട്ടോ. ഇങ്ങനെ ഇതിന് താഴെ വലിയ വശം സമം 4x, ചെറിയ വശം സമം 2x എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് 4x മൈനസ് 2x എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി 4x മൈനസ് 2x എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x സമം 18 ആണ്. എക്സ് അപ്പോൾ എന്ത് വരും? 18/2 സമം 9 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ് 9 ആണ്. അപ്പോൾ വലിയ വശം എന്തായിരിക്കും? വലിയ വശം സമം 36 വരും അല്ലേ? വലിയ വശം എന്ന് പറയുമ്പോൾ 4 × 9, 4 × 9, വലിയ വശം 4 × 9 36 സെൻറ്റിമീറ്ററും ചെറിയ വശം വരുന്നത് എത്രയാണ്? 2 × 9 എന്ന് വരും. വലിയ വശം മാത്രമേ കാണാനുള്ളൂ അല്ലേ? ഓക്കെ, വലിയ വശം മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ അങ്ങനെ എഴുതാം. ഇനി പറയുന്നത് ത്രികോണത്തിൻ്റെ ചുറ്റളവാണ്. അപ്പോൾ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ? ചുറ്റളവ് അപ്പോൾ എന്ത് വരും? ചുറ്റളവ് സമം ആദ്യത്തേതെന്ന് പറയുമ്പോൾ 18 വരും. ഓക്കെ, 2 × എത്രയായിരുന്നു? 9 അല്ലായിരുന്നു നമുക്ക് എക്സ് കിട്ടിയത്? 2 × 9. അപ്പോൾ നിങ്ങൾ ഓരോ വശവും എഴുതണം കേട്ടോ. ഓരോ വശങ്ങൾ 2 × 9 സമം 18, 3 × 9 27, 4 × 9 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? 36. അപ്പോൾ ചുറ്റളവ് സമം എന്ന് പറഞ്ഞിട്ട് 18 + 27 + 36 സമം 81 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, 81 വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ? ബിയിൽ ചിത്രത്തിൽ BC 2 സെൻറ്റിമീറ്റർ, CD 3 സെൻറ്റിമീറ്റർ ആണ്, DE 5 സെൻറ്റിമീറ്റർ ആണ്. ABയുടെ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവാണ് 160 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ചോദിക്കുന്നത് ABC, ACD, ADE ഈ ചെറിയ ത്രികോണങ്ങളുണ്ടല്ലോ, ആ 3 ചെറിയ ത്രികോണങ്ങളുടെയും പരപ്പളവുകളുടെ അംശബന്ധം എന്തെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം കാണുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പിക്കുക എന്താണ് ഇവിടെയുള്ള അംശബന്ധം എന്ന് പറയുമ്പോൾ, പരപ്പളവുകളുടെ അംശബന്ധം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഈ നീളങ്ങളുണ്ടല്ലോ, ഓരോ വശങ്ങളുടെയും നീളങ്ങൾ, ആ ഒരു അംശബന്ധം തന്നെയായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 2 ത്രികോണങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുമ്പോൾ, ഏരിയകൾ തമ്മിലുള്ള അംശബന്ധം, അതായത് പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുമ്പോൾ ത്രികോണം ABC/ACD എന്ന് പറയും. ഈ ത്രികോണം ABC പരപ്പളവുകളാണ് കേട്ടോ പറയുന്നത്. എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് BC/CD ആണ് വരുന്നത്. 2/3 എന്ന് വരും. ഇനി അടുത്തത് ACDയും ADE ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് വരും? 3/5 എന്ന് വരും. അപ്പോൾ ഇവിടെയുള്ള അംശബന്ധം നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ആ ഒരു നീളം ഉണ്ടാവുമല്ലോ, അതായത് നമ്മുടെ വശങ്ങളുടെ നീളം 2:3:5 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്താണ് നമുക്ക് എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 147 അങ്ങനെ എന്തോ ആണ് ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നോക്കുക. അപ്പോൾ ഏരിയയുടെ പരപ്പളവിൻ്റെ അംശബന്ധം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ വശങ്ങളുടെ അംശബന്ധം നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, ഇനി ത്രികോണം ABCയുടെ പരപ്പളവും കൂടെ ചോദിക്കുന്നുണ്ടല്ലേ ഇതിൽ. ഓക്കെ, അപ്പോൾ ത്രികോണം ABC എവിടെ? യെസ്, ത്രികോണം ABC എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. ഈ ABCയുടെ പരപ്പളവ് നമ്മൾ ചെയ്യണം. ഓക്കെ, ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണുന്നതിനുള്ള സമവാക്യം എന്തായിരുന്നു? പരപ്പളവ് സമം
ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരമായിരുന്നു അല്ലേ. അതായത് ഹാഫ് ഇൻറ്റു ബി എച്ച് എന്ന് എഴുതി. ബി എന്ന് പറഞ്ഞാൽ പാദമാണ്, എച്ച് എന്ന് പറഞ്ഞാൽ ഉയരമാണ്. അപ്പോൾ ഇവിടെ പാദം നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഹാഫ് ഇൻറ്റു, ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. അത് ഞാൻ ആദ്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്. അതായത് പരപ്പളവ് എന്ന് പറയുമ്പോൾ അര ഇൻറ്റു ബി എച്ച് ആണെന്ന് നമുക്കറിയാം. നമുക്കിവിടെ തന്നിട്ടുള്ളത് വലിയ ത്രികോണത്തിൻ്റെ എ ബി ഇ എന്ന ത്രികോണത്തിൻ്റെ പരപ്പളവാണ് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾക്ക് അതിൽ നിന്നും എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1/2 ഇൻറ്റു ഇവിടെ ബി എന്ന് പറയുന്നത്, പാദം എന്ന് പറയുന്നത്, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നതാണ്, കൂട്ടുന്നതാണ് അല്ലേ. 10 വരുന്നത്. 10 ഇൻറ്റു എച്ച് ആണ് 160 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അര ഇൻറ്റു 10 ഇൻറ്റു എച്ച് എന്ന് പറയുമ്പോൾ 5 എന്ന് വരും. അര ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 10/2 ആണ്, 5 എന്ന് പറയും. 5 എച്ച് 160 ആണ്. അതായത് എച്ച് ഇവിടെ വരുന്നത് 160/5 ആണ്, അത് 32 ആണ്. അപ്പോൾ ഇവിടെ എച്ച് ഈ ഒരു ത്രികോണത്തിൻ്റെ മൊത്തത്തിലുള്ള ഉയരം നമുക്ക് കിട്ടി, 32 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ബി സിയുടെയും എ ഡി ഇയുടെയും പരപ്പളവ് കാണാൻ പറ്റും. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്കറിയാം എ ഡി ഇ, അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷനാണ് കേട്ടോ ഇവിടെ പറയുന്നത്, വേറൊരു ഓപ്ഷനാണ്. അതായത് നമുക്കിവിടെ അറിയാവുന്നൊരു കാര്യമാണ് എന്ത്, ഈ എ ബി ഇ എന്ന ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് 160 ആണ്. അതിൻ്റെ 10 ഭാഗങ്ങൾ, ഇപ്പോൾ അതെത്രയാണ്? 10 ഭാഗങ്ങളാണല്ലോ ഇത്. ആ 10 ഭാഗങ്ങളുടേതാണ് എന്ത് വരുന്നത്? 160 എന്ന് വരുന്നത് അല്ലേ. അതായത് പാദം 10 ആയപ്പോഴാണ് 60 വരുന്നത്. ഇനി 2 ആണെങ്കിൽ നമ്മൾ എങ്ങനെ വരും? 160 ഇൻറ്റു 2/10 എന്ന് വരും അല്ലേ. ഇനി അതായത് ഇപ്പോൾ എ ബി സിയുടേത് എങ്ങനെ വരുന്നത് നോക്കാം. എ ബി സിയുടേതാണ് എങ്ങനെ വരുന്നത്? എ ബി സി 2/10 വരും. ഇനി എ സി ഡി ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? എ സി ഡി എന്ന് പറയുന്ന ഈ ഭാഗം 160 ഇൻറ്റു 3/10 എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? എ ഡി ഇയുടേതാണ് അല്ലേ. എ ഡി ഇ ആകുമ്പോൾ എങ്ങനെ വരും? എ ഡി ഇ എന്ന് പറയുമ്പോൾ 160 ഇൻറ്റു 5/10 എന്ന് വരും. ഓക്കെ, 5/10 എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 5, അതായത് 80 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ ആണല്ലോ. പിന്നെ എ ബി സിയുടേതാണെങ്കിൽ 32 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നും വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സെക്ഷൻ ഡിയും കൂടെ ഉണ്ടല്ലേ ചെയ്യാൻ. ഓക്കെ, സെക്ഷൻ ഡി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.